فبشرى لمن صلى على خير مرسلين بفوز عظيم في الدنيا ثم في الحشر. شيخ حسن شداد ഒരുപാട് തവണ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടയാളാണ്. അവിടുന്ന് പാടിപ്പോയി സ്വലാത്തു സ്വലാമുകൾ ചൊല്ലുന്ന ആളുകളെ, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് മർഹബ بفوز عظيم في الدنيا ثم في الحشر. ദുനിയാവിൽ ജയിക്കാൻ ആഖിറത്തിൽ ജയിക്കാൻ ആ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം മുഅ്മിനീങ്ങളെ. എന്റെ ഉമ്മമാർക്ക് സ്വലാത്ത് ചൊല്ലാൻ നേരമുണ്ടോ? എന്റെ ചെറുപ്പക്കാർക്ക് സ്വലാത്ത് ചൊല്ലാൻ ടൈമുണ്ടോ? അവന്റെ നല്ല മൾട്ടി ലെവൽ മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, അവൻ നെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഏതോ ഒരു വെബ്സൈറ്റിൽ കയറി ഗൂഗിളിൽ അവൻ സെർച്ച് ചെയ്യുകയാണ്. പാതിരാവിന്റെ പഴുതുകളിൽ എത്രയെത്ര സമയം പോയാലും നമ്മൾ അറിയുന്നില്ലല്ലോ. എന്റെ ഉമ്മ, നിങ്ങളെത്ര സീരിയലുകളാ കണ്ടു തീർത്തത്, നിങ്ങളെത്ര സിനിമകളാ കണ്ടു തീർത്തത്. ഏതെങ്കിലും ഒരു പാതിരാത്രി സമയം നിങ്ങളോട് പറഞ്ഞിരുന്ന ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ എത്ര ഉമ്മമാരാ സ്വലാത്ത് ചൊല്ലുന്നത്, എത്ര ചെറുപ്പക്കാരാ സ്വലാത്ത് ചൊല്ലുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുന്നു എന്നറിഞ്ഞാൽ നാളെ SSLC ഫൈനൽ എക്സാം ആണെങ്കിലും 15 വയസ്സുള്ള പൊന്നുമോന പേപ്പേഴ്സ് എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ക്രിക്കറ്റുകാരന്റെ മുന്നിൽ ചടഞ്ഞുകൂടിയിരിക്കും. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കേൾക്കുമ്പോ ഈ സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു ആവേശം വരില്ലേ? ധോണി എന്ന സവാൽ എന്നും കേൾക്കുമ്പോ ആവേശം വരാറില്ലേ? എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ഈമാനുണ്ടല്ലോ. ആ ഈമാൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യതയുള്ള ഈമാനല്ല. കാരണം എന്താണെന്ന് അറിയുമോ? ഹബീബായ നബിയേക്കാൾ നീ ആരെയാണ് പ്രണയം വെക്കുന്നത് മോനെ? ഒരുപാട് വേദികളിൽ ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ ഉണർത്തിയതാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്? എന്താണെന്നറിയോ? ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്നു. കിതാബുൽ ഈമാൻ എന്ന അധ്യായത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് എന്താ? നമ്മുടെ ചെറിയ മക്കളില്ലേ ഉമ്മമാരെ, ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് കയ്യിൽ പിടിച്ചു തൂങ്ങി നടക്കുന്ന കുഞ്ഞുമക്കൾ, അതുപോലെ നമ്മൾ ചേർത്ത് വെച്ച് ചുംബനം നൽകുന്ന ഉപ്പമാരെ, നിങ്ങളുടെ ചെറിയ ആൺമക്കളില്ലയോ? നിങ്ങളെ താരാട്ടിയ നിങ്ങളുടെ ഉമ്മമാരില്ലയോ? നിങ്ങളുടെ മണവറകളെ മനോഹരമാക്കുന്ന നിങ്ങളുടെ പ്രിയ പത്നിമാരില്ലയോ? നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കളില്ലയോ? എല്ലാ ജനങ്ങളെക്കാളും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം, എല്ലാ ജനങ്ങളെക്കാളും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം. ഇത് ഞാൻ അവകാശം പറയുകയല്ല, ഞാൻ എന്റെ സ്വന്തം പറയുന്നതല്ല. അല്ലാഹു വെച്ച ഡിമാൻഡാണ്, അല്ലാഹു വെച്ച ഷർത്താണ്, അല്ലാഹു വെച്ച നിബന്ധനയാണ്, അല്ലാഹു വെച്ച നിബന്ധനയാ. ആകാശത്തിന്റെ നാഥനാരാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല, ഭൂമിയുടെ അധിപതി ആരാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. ഇതെല്ലാം പഠിപ്പിച്ചു തന്ന എല്ലാമായ മുസ്തഫായ നബി തങ്ങൾക്ക് ഖൽബ് കൊടുക്കാൻ ലാ യുമിനു അഹദുകും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.
കൂട്ടുകാരനെക്കാളും റസൂലുള്ളാഹിനോട് ഇഷ്ടം ഹബീബിനോട് വേണം. കുഞ്ഞുമോളെക്കാളും ഇഷ്ടം ഹബീബിനോട് വേണം. പെങ്ങളെക്കാളും ഭാര്യയെക്കാളും ഉമ്മാനെക്കാളും വാപ്പാനെക്കാളും ഇഷ്ടം ഹബീബിന് കൊടുക്കണം. അതെങ്ങനാ ഉസ്താദേ? ശരിയാ, പ്രണയമെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഒബ്ജക്ഷൻസുകളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, വിഭാഗങ്ങളുണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഉമ്മാനോടുള്ള പ്രേമമല്ല വാപ്പാനോടുള്ളത്, വാപ്പാനോടുള്ള പ്രേമമല്ല ഭാര്യയോടുള്ളത്, ഭാര്യയോട് കാണിക്കുന്ന പ്രേമമല്ല കുഞ്ഞുമോനോടുള്ളത്, കുഞ്ഞുമോനോടുള്ള പ്രേമമല്ല നമ്മുടെ പ്രിയപ്പെട്ട പത്നിയോടുള്ളത്. എല്ലാം വെറൈറ്റിയാ, എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഹബീബ് പറയുന്നു, ഇവരെക്കാളെല്ലാം എന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈമാൻ ഈമാനാകില്ല, വിശ്വാസം വിശ്വാസമാകില്ല. എനിക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയും, ഞാൻ മുസ്ലിം ബാപ്പാന്റെയും ഉമ്മാന്റെയും മകനാണെന്ന മേൽവിലാസത്തിൽ എനിക്ക് കഴിയാൻ കഴിയും. ഞാൻ വലിയ മുസ്ലിം നാമധാരിയാണ്, പക്ഷേ ഖൽബിൽ ഈമാനില്ല മുഅ്മിനുകളെ. ആ ഈമാൻ വേണമെങ്കിൽ ഹബീബിന് ഖൽബ് കൊടുക്കണം കേട്ടോ. ഉമ്മമാരെ, പാതിരാ നേരങ്ങളിൽ എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുവീൻ. മദീനയോട് ഖൽബുകൾ ബന്ധപ്പെടട്ടെ. നിങ്ങൾക്കറിയുമോ സയ്യിദനാ ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായിരുന്നു. അവിടുന്ന് ഒരു പാതിരാത്രി സമയത്ത്, പാതിരാ നേരത്ത് അവിടുന്ന് ഇങ്ങനെ നടന്ന് പോകുകയാണ്. നടന്ന് പോകുമ്പോ എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ഒച്ച കേൾക്കുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കാതോർത്ത് നോക്കി, എവിടുന്നാണ് ശബ്ദം കേൾക്കുന്നത്, എവിടുന്നാണ് ഒച്ച കേൾക്കുന്നത്? ആരോ പാട്ടുപാടുന്ന ശബ്ദമാണല്ലോ. ഈ പാതിരാ നേരത്തു മക്കയും മദീനയും ലോകവും മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് ആരാണ് ഉണർന്നിരുന്നു പാട്ടുപാടുന്നത്? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഇപ്പോഴുള്ള ഏതെങ്കിലും ഉമറുൽ ഫാറൂഖിന്റെ പേരല്ല പറഞ്ഞത്, സയ്യിദനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.